ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാനിടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ ശബ്ദം, പരിശുദ്ധാത്മാവിൻ്റെ ദൂത് ഇന്നും നമ്മുടെ ജീവിതത്തിന് ബലമായി, ധൈര്യമായി, ഉറപ്പ് നൽകത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് വചനത്തിൻ്റെ ആഴങ്ങൾ ഹൃദയതലങ്ങളിൽ പകരുന്ന അനുഗ്രഹത്തിൻ്റെ സമ്പൂർണമായ മേഖലകൾ തുറന്നു നിന്ന് ജീവിതത്തെ ധന്യമാക്കുന്ന ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. സങ്കീർത്തനം 3 അതിൻ്റെ 2-ാം വാക്യം, അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. നമുക്ക് വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ് ദാവീദിൻ്റെ സങ്കീർത്തനം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനകത്തുനിന്ന് തൊടുന്ന ദൂതുകൾ ദാവീദിൻ്റെ കാതുകളിൽ കേട്ടത് പലരും പറയുന്നുണ്ട്. ദാവീദിനെ കുറിച്ച് പറയുന്നത് മറ്റൊന്നുമല്ല, ദൈവത്തിൽ നിന്ന് അവന് രക്ഷയില്ല, ദൈവത്തിൽ നിന്ന് ഒരു വിടുതലില്ല, ദൈവത്തിൽ നിന്ന് ഉത്തരമില്ല, രക്ഷയില്ല എന്ന് ജനം അങ്ങ് ഉറപ്പിച്ചിരിക്കുക. ദൈവത്തിൻ്റെ പൈതലേ, ജീവിത സാഹചര്യങ്ങളിൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് മറ്റുള്ളവരുടെ വാക്കുകൾ. പലപ്പോഴും അത് നമ്മുടെ ഹൃദയത്തെ തൊടാറുണ്ട്. വിശ്വാസത്തിൻ്റെ ആഴമായ അനുഭവം ഇല്ലെങ്കിൽ നിരാശയുടെ ഗർത്തത്തിൽ വീഴും, സംശയമില്ല. ഇനി അവിടെ നിന്നിട്ട് രക്ഷയില്ല. ഇപ്രകാരം ശബ്ദം കേൾക്കുന്നുണ്ടോ? ആ ജോലിയിൽ രക്ഷപ്പെടുവാൻ സാധ്യതകളില്ല, ആ രോഗത്തിൽ നിന്ന് രക്ഷയില്ല, ആ കടഭാരത്തിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടത്തില്ല. ഇനി തലമുറയുടെ ഭാവി, ഇനി സമയം കടന്നുപോയിരിക്കുക, ഇനി ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഇപ്രകാരം ഇല്ല എന്ന് മനുഷ്യൻ പറയുന്ന മനുഷ്യൻ്റെ വാക്കുകൾ അവരുറപ്പിച്ചു കഴിഞ്ഞിരിക്കുക. ജീവിതത്തെ നോക്കി, സമയത്തെ നോക്കി, അവസ്ഥയെ നോക്കി അവരുടെ അതരത്തിൽ നിന്ന് നിർണയങ്ങൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് കാതുകളിൽ കേട്ട് ദൈവത്തിൻ്റെ പൈതലെ വേദനിക്കുന്ന, ഭാരപ്പെടുന്നൊരു സമയമാണോ? ദാവീദിൻ്റെ ജീവിതത്തിൽ അപ്രകാരം പല വാക്കുകൾ കേട്ടു. പലരും പറയുക, അവന് ദൈവത്തിൽ നിന്ന് രക്ഷ ഇല്ലെന്നേ, അവന് ദൈവത്തിൽ നിന്ന് ഒരു വിടുതലില്ല, അത് ഉറപ്പിച്ചിരിക്കുക. എന്നാൽ ദാവീദ് ആ കാര്യം തൻ്റെ ദൈവത്തെ അങ്ങ് ബോധിപ്പിക്കുക. ദൈവസന്നിധിയിലേക്ക് ചെന്ന് കർത്താവിനോടങ്ങ് ആ കാര്യം അങ്ങ് പറഞ്ഞു. ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തെ ആശ്രയിക്കുന്ന, ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ജീവിതത്തെ ദാവീദ് വെളിപ്പെടുത്തിയതുപോലൊരു അനുഭവം. ദാവീദ് മനുഷ്യൻ്റെ വാക്കുകളല്ല ശ്രദ്ധ കൊടുത്തത്, മനുഷ്യൻ പറയുന്ന വാക്കുകളിലല്ല കീഴ്പ്പെട്ടത്. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞത്, എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം എന്നെക്കുറിച്ച് നിർണയിച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, എൻ്റെ ദൈവത്തിൻ്റെ ആലോചനകൾ, അതിലാ ദാവീദ് പൂർണ്ണമായി വിശ്വസിക്കുന്നത്. ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുക. ഈ പ്രകാരം പലരുടെയും വാക്കുകൾ കേട്ട് ഹൃദയം വേദനിക്കുന്ന, വ്യസനിക്കുന്നൊരനുഭവമാണോ? ഹൃദയത്തിൽ നിന്ന് തുടച്ചു മാറ്റി ആഴമായ പ്രത്യാശയും വിശ്വാസം വർദ്ധിക്കുന്ന ഒരു ദിവസമായി തീരട്ടെ. എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം ഇപ്പോഴും ഒവ്വെന്ന് തന്നെയാ. എന്നോടുള്ള വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് ഒവ്വെന്ന് തന്നെയാണ്. മനുഷ്യൻ ഇല്ല ഇല്ല എന്ന് പറയുമ്പോൾ എൻ്റെ ദൈവം അത് നടക്കും, ഞാൻ ചെയ്യുമെന്ന് പറയുന്നു. ദൈവത്തിൻ്റെ പൈതലേ, മനുഷ്യൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ഹൃദയം കൊടുക്കുമ്പോൾ, കാത് കൊടുക്കുമ്പോൾ നിശ്ചയ ബലത്തോടെ നടക്കുവാൻ, ധൈര്യത്തോടെ നടക്കുവാൻ ഇടയായിത്തീരും. മനുഷ്യർ ഇല്ല എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ആ വിഷയത്തെക്കുറിച്ച് ദാവീദിനോട് ദൈവം സംസാരിച്ച് കഴിഞ്ഞിരിക്കുക. നീ എൻ്റെ തല ഉയർത്തുന്നവനാ, എന്നെ താഴ്ത്തുന്നവനല്ല, എന്നെ ഉയർത്തുന്നവനാ. ജീവിതസ്ഥിതിയിൽ രക്ഷയില്ല എന്ന് പറയുന്നവർ ദാവീദിൻ്റെ സ്ഥിതി കണ്ടില്ലേ? ദൈവം വരുത്തിയ രക്ഷ കണ്ടില്ലേ? ദൈവം അയച്ച വിടുതലുകൾ കണ്ടില്ലേ? ദൈവത്തിൻ്റെ പ്രവർത്തികൾ കണ്ടില്ലേ? ദാവീദ് തന്നെ പറയുന്നു, എന്നെ ഇത്രത്തോളം കൊണ്ടുവരുക, ഞാൻ എന്തുള്ളൂ, ഇത്രത്തോളം കൊണ്ടുവരുക. ദൈവത്തിൻ്റെ പൈതലേ, ഇപ്രകാരം സ്ഥിതിയെ ദൈവം മാറ്റും, ഇപ്രകാരം അവസ്ഥയെ കർത്താവ് മാറ്റും.
ദൈവം പറഞ്ഞത് നിവൃത്തിയാകാൻ പോകുന്നു. കർത്താവ് എന്ത് ദൂതാണോ വെളിപ്പെടുത്തിയത് അത് തന്നെ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ, പ്രത്യാശിക്കുന്നവരുടെ ജീവിതത്തിൽ, ആരാധിക്കുന്നവരുടെ ജീവിതത്തിൽ, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നവരുടെ ജീവിതത്തിൽ അത് നടന്നിരിക്കും. ഭാവി തെളിഞ്ഞു വരുന്നേ. ദൈവം അതിനകത്ത് വിടുതൽ അയക്കാൻ പോകുന്നു. രക്ഷയില്ല എന്ന് ചുറ്റും നിൽക്കുന്നവർ സാഹചര്യം കണ്ട്, സമയം കണ്ട്, അവസ്ഥ കണ്ട് വിധി പുറപ്പെടുവിക്കുമ്പോൾ ശക്തിയുള്ള ദൈവം, അധികാരമുള്ള ദൈവം, ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രവൃത്തിയാ എൻ്റെ മേൽ വെളിപ്പെടാനുള്ള വാഗ്ദത്തങ്ങൾ, എൻ്റെ മേൽ സംഭവിക്കാനുള്ള ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ അധികാരത്തിലാ. അത് സമ്പൂർണമായി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് ആഴമായ ഒരു പ്രത്യാശ, ആഴമായ ഒരു വിശ്വാസം. ദൈവത്തിൻ്റെ വൈതലേ, പലരുടെയും വാക്കുകളിൽ തളർന്നു പോകല്ല, പലരുടെയും വാക്കുകളിൽ ക്ഷീണിച്ചു പോകല്ല. ദൈവത്തിൻ്റെ ആലോചന, ദൈവം ആ വിഷയത്തെക്കുറിച്ച് എന്തു പറഞ്ഞു അത് വിശ്വസിക്കുക. എൻ്റെ ദൈവം എന്ത് സംസാരിച്ചു, രക്ഷയില്ല എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ അതിനകത്തിൻ്റെ വാഗ്ദത്തം എന്ന് തന്നെയാ ദൈവം ഇന്നും ആ ശബ്ദം പുറപ്പെടുവിക്കുന്നത്. അത് നടക്കും. വിശ്വസിച്ച ആ മഹത്വം, ആ വിടുതൽ, ആ രക്ഷ അനുഭവം സമ്പൂർണ്ണമായി സ്വർഗം ജീവിതത്തിൻ്റെ മേഖലകളിൽ വെളിപ്പെടുത്തി തരും. കർത്താവ് സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ഹൃദയം നുറങ്ങിയിരിക്കുന്ന, ഹൃദയം ക്ഷീണിച്ചിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. അവിടെ അവസ്ഥയിൽ സാഹചര്യങ്ങളുടെ മേൽ കർത്താവേ, അങ്ങ് കൽപ്പിച്ച വാഗ്ദത്തങ്ങൾ, അങ്ങ് വെളിപ്പെടുത്താൻ പോകുന്ന ദൈവിക ദൂതുകൾ കർത്താവേ, അത് ഈ ദിവസങ്ങളിൽ സംഭവിക്കട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഓരോ കുടുംബങ്ങളും തലമുറകളും അനുഗ്രഹിക്കപ്പെടണം. ദൈവത്താൽ അനുഗ്രഹം പ്രാപിക്കുന്നവരായി തീരുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.